T20 ലോകകപ്പിൽ ഭാരതത്തിന് കിരീട നേട്ടം. തുടരെ രണ്ടാം വട്ടം ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ മുന്നേറ്റം. ശക്തമായ പ്രതികരണം തിരിച്ചടിയൊക്കെ തന്നെയുമായി ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും VS കൃഷ്ണരാജ് ചേർന്നുണ്ട്. കൃഷ്ണരാജ്, ഒരുപക്ഷെ നമുക്കറിയാം തുടക്കത്തിൽ ഭാരതത്തിന്റെ വെടിക്കെട്ട് പ്രകടനം, പിന്നീട് ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് തകർച്ച, അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിന് ഒരു അനായാസ ജയം സമ്മാനിച്ചത്? നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല സംഭവിച്ചത്. അനായാസം ആധികാരികമായി ഭാരതം കിരീടം നേടുകയാണ്. ചരിത്രം തിരുത്തി കുറിക്കപ്പെടുകയാണ്. അഹമ്മദാബാദിൽ ന്യൂസിലാൻഡിനോട് ലോകകപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ T20 ലോകകപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ തോറ്റ ഭാരതം ഇന്ന് കനത്ത തിരിച്ചടി നൽകുന്നു. 96 റൺസിൻ്റെ ആധികാരികമായ വിജയമാണ് ഭാരതം സ്വന്തമാക്കുന്നത്. അത് സഞ്ജുവിൻ്റെ കരുത്തിൽ, ഇഷാൻ കിഷൻ്റെ കരുത്തിൽ, ബുംറയുടെ കരുത്തിൽ, അക്സർ പട്ടേലിൻ്റെ കരുത്തിൽ, എത്ര പറഞ്ഞാലും മതിയാകാത്തൊരു ടീം വർക്കാണ് നമ്മൾ കണ്ടത്. ക്യാച്ചുകൾ 1-2 ഡ്രോപ്പായി. പക്ഷേ അപ്പോഴൊക്കെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ തള്ളിയിട്ടുകൊണ്ട് ബുംറയും അക്സർ പട്ടേലും ഒക്കെ ചേർന്ന് ഭാരതത്തിന് വിശ്വ കിരീടം തുടരെ രണ്ടാം വട്ടം സമ്മാനിക്കുകയാണ്. ആകെ 10 തവണ T20 ലോകകപ്പ് നടക്കുന്നു. അതിൽ പ്രഥമ ലോകകപ്പ് ധോണിയുടെ നേതൃത്വത്തിൽ ഭാരതം സ്വന്തമാക്കുന്നു. അന്ന് ഫൈനൽ പോരാട്ടത്തിൽ പാകിസ്ഥാനെയാണ് തോൽപ്പിച്ചത്. അവരുടെ നായകൻ മിസ്ബാഉൽ ഹക്ക് ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് മുകളിലേക്ക് അടിച്ചു കൊടുത്ത പന്ത് പിന്നിൽ നിന്ന് ക്യാച്ച് കൈപ്പിടിയിൽ ഒതുക്കി ഭാരതത്തിന് കിരീടം സമ്മാനിച്ച നിമിഷം ശ്രീശാന്തിൻ്റെതായിരുന്നു. ഇന്ന് 89 റൺസ് എടുത്ത് ന്യൂസിലാൻഡ് ബൗളർമാരെ തച്ചുടച്ച സഞ്ജു സാംസനാണ്, ആ മലയാളി താരമാണ് ഭാരതത്തിൻ്റെ വലിയ പ്രതീക്ഷയായി സന്തോഷമായി മാറുന്നത് എന്ന് ഓർമ്മ വേണം. ടോസ് നേടിയ ന്യൂസിലൻഡ് ബാറ്റിങ്ങിന് അയച്ചത് ഭാരതത്തെയാണ്. തുടക്കം മുതൽ അടിയുടെ പെരുമഴയാണ് അഹമ്മദാബാദിൽ കണ്ടത്. എത്ര വേഗത്തിലാണ് സഞ്ജുവും ഇഷാനും അഭിഷേക് ശർമ്മയും ഒക്കെ കളിച്ചതെന്നും വിക്കറ്റ് എടുത്തതെന്നും സിക്സറുകൾ പായിച്ചതെന്നും മികച്ച സ്കോറുകൾ പടുത്തുയർത്തിയതെന്നും നമ്മൾ കണ്ടു. ടോപ്പ് 3 ബാറ്റർ 3 പേരും അർദ്ധ സെഞ്ചുറി നേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ വല്ലാത്ത പരാജയമായി പോയി ന്യൂസിലാൻഡിന്. ചരിത്രമാണ് കുറിക്കുന്നത് സഞ്ജു സാംസണും സംഘവും. സഞ്ജു ഒരുപക്ഷെ ഈ ലോകകപ്പിൻ്റെ തന്നെ താരമായി മാറാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. 5 മത്സരങ്ങളിൽ 321 റൺസാണ് സഞ്ജു സാംസൺ നേടിയത്. 6 മത്സരങ്ങളിൽ 319 റൺസ് നേടിയ വിരാട് കോഹ്ലിയെ മറികടന്നാണ് സഞ്ജു സാംസൺ ഒരു ലോകകപ്പിൽ ഏറ്റവും കുറച്ച മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി മാറിയത്. ഒപ്പം ഇഷാൻ കിഷൻ 9 മത്സരങ്ങളിൽ നിന്ന് 317 റൺസ് എടുത്തിരുന്നു. ഇതിപ്പോൾ ഒരു അഭിമാനകരമായ നിമിഷം തന്നെയാണ്. എത്രയെത്ര റെക്കോർഡുകളാണ് ഭാരതം കടപുഴക്കി എറിഞ്ഞത്. തുടരെ ഒരു ടീമും കിരീടം നേടിയിട്ടില്ല. രോഹിത് ശർമ്മയുടെ ഒരു ടീസർ ഉണ്ടായിരുന്നു ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ. അത് പരക്കെ എല്ലാവരും ശ്രദ്ധിച്ചതുമാണ്. ഞങ്ങൾ വന്നത്, ഇന്ത്യ വരുന്നത് കിരീടം തുടരെ നേടാനാണ്. ഒരു ടീമും കിരീടം നേടിയിട്ടില്ല എന്ന ചരിത്രം തിരുത്തി കുറിക്കാനാണ്. അഹമ്മദാബാദിലെ പരാജയങ്ങൾക്ക് മറുപടിയായി ഇതാ വരുന്നു ഭാരതത്തിൻ്റെ ഗംഭീര വിജയം. 3ാം വിശ്വലോക കിരീടം നേടുകയാണ്. 2020 ലോകകപ്പിൽ 3ാം കിരീടം. 10 പതിപ്പുകളിൽ 3 കിരീടമാണ് ഭാരതം സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ തവണ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ബുംറയും ഒക്കെ ചേർന്നെടുത്ത ആ കിരീടം ഇത്തവണ സഞ്ജുവിലൂടെ, ഇഷാൻ കിഷനിലൂടെ, അഭിഷേക് ശർമ്മയിലൂടെ, ബുംറയിലൂടെ, അക്സർ പട്ടേലിലൂടെ, സൂര്യകുമാർ യാദവിലൂടെ, ഹർദിക് പാണ്ഡ്യയിലൂടെ, ശിവം ദുബെയിലൂടെ, ആർഷ്ദീപ് സിംഗിലൂടെ നമ്മൾ നേടിയെടുക്കുകയാണ്. എന്തൊരു ടീം വർക്കാണ് നമ്മൾ ഇന്ന് അഹമ്മദാബാദിൽ കണ്ടത്. എല്ലാ ചരിത്രത്തെയും തൂത്തെറിഞ്ഞുകൊണ്ട് നമ്മുടെ ചുണക്കുട്ടികൾ കിരീടത്തിൽ മുത്തമിടുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് എന്തൊരു ആവേശമായിരുന്നു, ഫീൽഡിൽ എന്തൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. 2 ക്യാച്ചുകൾ കൈവിട്ടു, ശരി തന്നെ. പക്ഷേ എന്തൊരാവേശത്തിൽ, ആഘോഷത്തിലായിരുന്നു നമ്മൾ കളിച്ചത് എന്നോർക്കണം. ഓരോ പന്തിനും മറുപടി പറയണമെന്ന ലക്ഷ്യമായിരുന്നു ഓരോ താരത്തിനും ഉണ്ടായിരുന്നത്. അവർ അത് കൃത്യതയോടെ നിർവഹിച്ചു. തിലക് വർമ്മയുടെയും ഇഷാൻ കിഷൻ്റെയും ഒക്കെ ഫീൽഡിംഗ് മികവ് നമ്മൾ കണ്ടതാണ്. സഞ്ജുവിൻ്റെയും ഇഷാൻ്റെയും അഭിഷേക് ശർമ്മയുടെയും ബാറ്റിംഗ് മികവ് നമ്മൾ കണ്ടതാണ്. അക്സർ പട്ടേലിൻ്റെയും ബുംറയുടെയും പന്തുകളുടെ മികവ് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആകെ ഒരു ടോട്ടൽ ക്രിക്കറ്റാണ് നമ്മൾ കാഴ്ചവെച്ചത്. ഞാൻ പറയാമല്ലോ, അത് നേരിട്ട് ആദ്യ പന്തിൽ സൂര്യകുമാർ യാദവ് പുറത്തായിരുന്നു. ഗോൾഡൻ ഡക്ക് എന്നാണ് അതിന് പറയുന്നത്. ഗോൾഡൻ ഡക്കായ അതേ ക്യാപ്റ്റൻ ഗോൾഡൻ കപ്പ് കൈകളിൽ ഉയർത്താൻ പോകുന്ന നിമിഷമാണ്.
മൂന്നാമത്തെ വിശ്വകിരീടം 2020 ലോകകപ്പിലെ 10 പതിപ്പുകളിൽ. 2007 ധോണിയുടെ ഭാരതം നേടുന്നു ആദ്യ കിരീടം. പ്രഥമ ലോകകപ്പ് അത് ഭാരതത്തിന്റെ പേരിൽ. അതൊരിക്കലും ആർക്കും തിരുത്താൻ പറ്റാത്ത ചരിത്രമാണ്. അതിനുശേഷം 2014 ശ്രീലങ്കയ്ക്കെതിരെ ഏറ്റുമുട്ടുന്നു, അവിടെ ഫൈനലിൽ പരാജയപ്പെട്ടു പോകുന്നു. പിന്നീട് ഒരു ഫൈനൽ പോരാട്ടത്തിൽ എത്തുന്നത് 2024 അന്ന് രോഹിത് ശർമ്മ, ഹർദിക് പാണ്ഡ്യ, വിരാട് കോഹ്ലി, അക്സർ പട്ടേൽ, സൂര്യകുമാർ യാദവ് എല്ലാവരും ചേർന്ന്, അന്ന് സഞ്ജു കളത്തിന് പുറത്തായിരുന്നു, ടീമിലുണ്ടായിരുന്നുവെങ്കിലും കളിച്ചില്ല, എല്ലാവരും ചേർന്ന് നേടിയ ആ കിരീടത്തിന്റെ തുടർച്ച ഇതാ 2020 ക്രിക്കറ്റിൽ ഭാരതത്തെ വെല്ലാൻ ഒരു ടീമുമില്ല എന്ന് ഉറക്കെ പറയുകയാണ്, അടിവരയിടുകയാണ്, അടയാളപ്പെടുത്തുകയാണ്. ഈ കാലം ഭാരതത്തിൻ്റെ മികച്ച താരങ്ങൾ അവർ ഒരു പക്ഷേ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സൂപ്പർ 8-ൽ ഒന്ന് പരാജയപ്പെട്ടു പോയപ്പോൾ, ഉലഞ്ഞു പോയപ്പോൾ എല്ലാവരും വിമർശിച്ചതാണ്. പക്ഷേ ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് കിരീടമേൽപ്പിക്കുന്നുവെന്ന് ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങളോട് പറയുകയാണ് സൂര്യകുമാർ യാദവും സംഘവും. എന്തൊരു വിജയമാണ്, അനായാസ വിജയമാണ്. ഒരു ഫൈനൽ പോരാട്ടമെന്ന് തോന്നിപ്പിക്കാത്ത വിധം ന്യൂസിലാൻഡിനെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. 96 റൺസിന്റെ വലിയ വിജയം നേടുന്നു ഭാരതം. ഈ വിജയത്തിൽ നമുക്ക് അഭിമാനിക്കാം. സഞ്ജു ഒരുപക്ഷെ ഈ ലോകകപ്പിന്റെ താരമെന്ന പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ വന്നുവെന്ന് വരാം. ഏതായാലും 3 ഇന്നിങ്സുകൾ, ആ 3 ഇന്നിങ്സുകൾ ഓർത്തു നോക്കൂ. വെസ്റ്റ് ഇൻഡീസിനെതിരെ തോറ്റാൽ പുറത്തു പോകുന്ന മത്സരത്തിൽ സഞ്ജു സാംസൺ 97 റൺസ് എടുത്ത് മറികടക്കുകയാണ് വിൻഡീസിനെ. അതുവഴി നമ്മൾ സെമിയിലെത്തുന്നു. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ് നേടുന്നു. ആ 89 റൺസിന്റെ കരുത്തിൽ ഇന്ത്യ 250 മേൽ വലിയൊരു ടോട്ടൽ ഇംഗ്ലണ്ടിന് മുന്നിലേക്ക് വെക്കുന്നു. ആ മത്സരവും നമ്മൾ ജയിക്കുന്നു. അത് കഴിഞ്ഞ് ഫൈനൽ പോരാട്ടത്തിലെത്തുമ്പോൾ ടോസ് നേടുന്ന സാറ്റ്നർ ഭാരതത്തെ ബാറ്റിങ്ങിന് അയക്കുകയാണ്. ഒരുപക്ഷെ ഭാരതത്തിന്റെ ബൗളർമാർ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തല്ലുവാങ്ങിയത് കണ്ട് അനായാസം മറികടക്കാമെന്ന പ്രതീക്ഷയായിരുന്നിരിക്കാം. പക്ഷേ ഒരാൾ പോലും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ കളിച്ചു എന്നതാണ്. സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്ന്. അഭിഷേകിനെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ പരാജയപ്പെട്ട് സിംബാബ്വെക്കെതിരെ മാത്രം ഒരു അർദ്ധ സെഞ്ചുറി നേടിയ താരം. മറ്റു മത്സരങ്ങളിൽ ഓഫ് സ്പിൻ ട്രാക്കിൽ കുടുങ്ങി വീണ് നിലത്തു വീണ് പോയ താരം എഴുന്നേറ്റ് നിന്ന് തലയെടുപ്പോടെ ഒരു അർദ്ധ സെഞ്ചുറി നേടുകയാണ്. അതാകട്ടെ 21 പന്തിൽ 52 റൺസ് എടുത്താണ് അഭിഷേക് ശർമ്മ മടങ്ങിയത്. അഭിഷേക് നൽകിയ ആ തുടക്കം, സഞ്ജു നൽകിയ ആ തുടക്കം ഒരുപക്ഷെ കിവീസിന് എത്തിപ്പിടിക്കാൻ പറ്റുന്നതായിരുന്നില്ല. 46 പന്തിൽ 8 സിക്സറുകളുടെയും 5 ബൗണ്ടറികളുടെയും അകമ്പടിയിൽ 89 റൺസ് എടുത്താണ് സഞ്ജു പുറത്തായത്. ഇഷാൻ കിഷൻ ആകട്ടെ 25 പന്തിൽ 54 റൺസ് എടുക്കുന്നു. ആദ്യ വിക്കറ്റിൽ 43 പന്തിൽ 98 റൺസാണ് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് അടിച്ചെടുത്തത്. മറുവശത്ത് അഭിഷേക് ശർമ്മ പുറത്തായ ശേഷം എത്തിയ ഇഷാൻ കിഷൻ ആകട്ടെ സഞ്ജുവിനൊപ്പം 105 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. ഇഷാൻ കിഷൻ മടങ്ങിയിട്ടും സഞ്ജു അവിടെ തന്നെ ഉണ്ട്. ഒരു ഓവറിൽ ജിമ്മി നിഷാം സഞ്ജുവിനെയും സൂര്യകുമാറിനെയും ഇഷാനെയും മടക്കിയെങ്കിലും നമ്മൾ കരുത്തോടെ തിരിച്ചു വന്നു. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച ശിവം ദുബെ വെറും 8 പന്തിൽ 2 സിക്സും 3 ബൗണ്ടറിയും അടിച്ച് 26 റൺസ് എടുത്തു. സൂര്യകുമാറും തിലക് വർമ്മയും വേണ്ട വിധം ഫോമായില്ലെങ്കിൽ പോലും ഹർദിക് പാണ്ഡ്യയും 18 റൺസ് അടിച്ചു. അങ്ങനെ ഒരു ബിഗ് ടോട്ടൽ, ഏതൊരു 2020 വേൾഡ് കപ്പിലെയും ഏറ്റവും ഉയർന്ന സ്കോർ മുന്നോട്ട് വയ്ക്കുന്നു ഭാരതം. അത് മറികടക്കാൻ ഒരു അവസരത്തിൽ പോലും കഴിഞ്ഞില്ല കിവീസിന് എന്ന കാര്യം എടുത്തു പറയണം. അഭിമാന കിരീടം നമ്മളിതാ ഏറ്റുവാങ്ങാനുള്ള സമയമായി വരികയാണ്. നിരത്തുകളാകെ ആഘോഷത്തിമിർപ്പിലാണ്. ഭാരതത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ച് വീശി ഭാരതത്തിന് ജയ് വിളിച്ച് സൂര്യകുമാറിനോട് നന്ദി പറഞ്ഞ് സഞ്ജു സാംസനെ ചേർത്ത് പിടിച്ച് അങ്ങനെ നമ്മുടെ ഓരോ ഗ്രാമവീഥികളും നഗരവീഥികളും ഇപ്പോൾ ആഘോഷത്തിമിർപ്പിലാണ്.